പാകിസ്ഥാൻ ഓൾറെഡി പുറത്തായ ടീമാണ്. എങ്കിലും പാകിസ്ഥാന്റെ അവസാന മാച്ച് ഇന്നായിരുന്നു. അയർലൻഡ് ആയിരുന്നു എതിരാളികൾ. നാണക്കേട് മറയ്ക്കാൻ ഇന്നത്തെ മാച്ചിൽ ചരിത്ര വിജയം നേടാനാണ് പാകിസ്ഥാൻ ഇന്ന് കളത്തിലിറങ്ങിയത്. എന്നാൽ പാകിസ്ഥാന് തിരിച്ചടിയാണ് സംഭവിച്ചത്. അയർലൻഡ് പാകിസ്ഥാനെ വിറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പാകിസ്ഥാൻ അയർലൻഡ് മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് അയർലൻഡ് ആയിരുന്നു. അവരെ സ്ലോ ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. അവർക്ക് വലിയ സ്കോർ നേടാൻ സാധിച്ചില്ല. പാകിസ്ഥാൻ അയർലൻഡിന്റെ വിക്കറ്റുകൾ പെട്ടെന്ന് വീഴ്ത്തുന്നുണ്ടായിരുന്നു. എങ്കിലും അയർലൻഡ് കളി വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലായിരുന്നു. അയർലൻഡ് മാക്സിമം പിടിച്ചു നിന്നു. 20 ഓവറിൽ 106 റൺസാണ് അയർലൻഡ് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ശേഷം സെക്കൻഡ് ബാറ്റിങ്ങിന് പാകിസ്ഥാൻ ഇറങ്ങി. ഈസി ആയിട്ട് കളി ജയിക്കാമെന്നാണ് പാകിസ്ഥാൻ കരുതിയത്. റിസ്വാനാണ് ഓപ്പണിംഗ് ഇറങ്ങിയത്. പക്ഷേ റിസ്വാന് തിളങ്ങാൻ സാധിച്ചില്ല. 17 റൺസ് എടുത്ത് റിസ്വാൻ മടങ്ങി. പിന്നീട് അങ്ങോട്ട് പാകിസ്ഥാന്റെ വിക്കറ്റുകൾ പെട്ടെന്ന് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. എങ്കിലും ബാബർ അസം പിടിച്ചു നിന്നു. 34 ബോളിൽ നിന്ന് 32 റൺസ് ബാബർ നേടി. എങ്കിലും ഒരു ഭാഗത്ത് വിക്കറ്റുകൾ പോയിക്കൊണ്ടേയിരുന്നു. 62 റൺസിൽ 6 വിക്കറ്റ് പാകിസ്ഥാന്റെ പോയി. പാകിസ്ഥാൻ കൂപ്പുകുത്തി. ഒരു നിമിഷം അയർലൻഡ് കളി ജയിക്കുമെന്ന് എല്ലാവരും കരുതി. അതുപോലത്തെ ബോളിംഗ് ആണ് അയർലൻഡ് കാഴ്ചവെച്ചത്. അങ്ങനെ കളി സെക്കൻഡ് ലാസ്റ്റ് ഓവറിലേക്ക് എത്തി. 12 ബോളിൽ 12 റൺസാണ് പാകിസ്ഥാനെ ജയിക്കാൻ വേണ്ടിയിരുന്നത്. ഒരു ഭാഗത്ത് ബാബർ അസമായിരുന്നു, മറുവശത്ത് അഫ്രീദിയും. കളി വളരെ ആവേശകരമായിരുന്നു. എന്നാൽ സെക്കൻഡ് ലാസ്റ്റ് ഓവറിൽ അഫ്രീദി 6 അടിച്ച് കളി ജയിപ്പിച്ചു. പാകിസ്ഥാൻ ഒരു തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ ഇന്നത്തെ മാച്ചിൽ മറ്റൊരു അട്ടിമറി വിജയം കാണാൻ സാധിച്ചേനെ. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.